ഹായ് ഗൈസ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ചെറിയൊരു കുസൃതി ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ പൂ ചൂടുന്നത് ആരാണ്? ഇതാണ് നമ്മുടെ കുസൃതി ചോദ്യം. എന്തായാലും പോയി ചോദിക്കാം. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ പൂ ചൂടുന്നത് ആരാണ്? സിമ്പിളാ. അവര് കൂടുതൽ ചൂടി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ? ഗസ് ചെയ്യ്, ആരായിരിക്കും ഏറ്റവും കൂടുതൽ പൂജ കൂടുന്നത് പെണ്ണുങ്ങളെക്കാള്? ചെടികളൊന്നും അല്ല. ഓക്കെ, എന്തായാലും തെറ്റിയിട്ടുണ്ട്. ഒരു ചെറിയൊരു ചലഞ്ച് ഞാൻ തരാം. എന്റെ കടൽ തോണി നിറയെ യൂട്യൂബ് ചാനൽ ഏതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഇല്ലല്ലേ? ഇനി ചെയ്യുവാണെങ്കിൽ എന്നെ കാണുമ്പോൾ സൂപ്പർ ഹോളർ 1000 രൂപയും കിട്ടും. അതേപോലെ അതിൻ്റെതായ ഗിഫ്റ്റും കിട്ടാനായിരിക്കും കേട്ടോ. പോട്ടെ എന്നാ. ശരി, ഭഗവാന്മാരാണ് ചൂടുന്നത്. അങ്ങനെയാണ്. പൂമാലയാലും പോവാലും കൃഷ്ണനോ ദേവിക്കോ ശിവനോ ആർക്ക് വേണേലും പൂജ കൊടുക്കാം. അറിയാമായിരുന്നു. അറിയാവുന്നത് ഞാൻ പറഞ്ഞു. കറക്റ്റാണല്ലോ. ശരിയാ. തലയിൽ പൂജ കൂടുന്നത് ആരാണ്? തലയെ കൂടല്ലേ പിന്നെ പൂജ. അതല്ല, ഭഗവാനല്ല, വേറെ ഉണ്ട്. കുസൃതി ചോദ്യമാ. അങ്ങനെയൊക്കെ ചോദിച്ചാ നീ ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് കുസൃതി ചോദ്യമല്ലേ? അത് പറയണോ? പറഞ്ഞു. രാത്രി 12 മണിക്ക്. രാത്രി 12 മണിക്ക് ഉദ്ദേശിക്ക് മനസ്സിലായാലും ക്ലിയർ ആക്കി പറയൂ. ആൻസർ കറക്റ്റ് ആയിട്ടാണ് തോന്നുന്നു. ആരാ പൂജ വിടുന്നത്? അത് രാത്രി 12 മണിക്ക് ശേഷം ഇറങ്ങുന്നവരായിരിക്കുമല്ലോ പൂജ വിടുന്നത്. 12 മണിക്ക് ശേഷം ഇറങ്ങുന്നവരാ? ആരായിരിക്കും? പറ. അത് നമുക്കിങ്ങനെ അറിയാം. ആൻസർ പറയൂ. അറിയോ? ട്രാൻസ് അല്ല. ഓക്കെ, എന്തായാലും നെറ്റിരിക്കും. ചെറിയൊരു ചലഞ്ച് തരാം. കടൽ തോണി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ചെയ്തിട്ടുണ്ടോ? ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് യൂട്യൂബ് ഏതായാലും ചെയ്താൽ അതിൻ്റെതായ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. കടൽ തോണി അതന്നെ. ഫോളോവറായിട്ടോ, ഇൻസ്റ്റാഗ്രാം ഫോളോവറായി. യൂട്യൂബ് ചെയ്തിട്ടുണ്ടോ നോക്കി? കുഴപ്പമില്ല, നമുക്ക് നോക്കി എല്ലാത്തിനും അങ്ങ് കിട്ടി തരാം. കടൽ തോണി സബ്സ്ക്രൈബർ അല്ല, എന്തെങ്കിലും ചെയ്ത് നോക്കി. ഫേസ്ബുക്ക് ഉണ്ടോ? ഫേസ്ബുക്ക് എൻ്റെ അല്ല, കമ്പനിക്കാരൻ്റെ. നോക്കാം, ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്കാം. നോക്കണം. FB നോക്കാം, ഫേസ്ബുക്ക് നോക്കാം. ഇൻസ്റ്റഗ്രാം സൂപ്പർ ഫോളോവർ ആയിരുന്നെ ഞാനിപ്പോ 1000 രൂപ കൈയോടെ തന്നേ. ഫോളോവർ അല്ലേ, ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോവർ ആയിട്ടോ. ഇതേപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് കിട്ടാല്ലേ? ഫസ്റ്റ് ചെയ്യാം. എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. പോട്ടെ, സന്തോഷമായില്ലേ? മുല്ലപ്പൂ. അതന്നെ, പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ പൂ ചൂടുന്നത് ആരാണ്? ആരായിരിക്കും പെണ്ണുങ്ങളെക്കാട്ടി കൂടുതൽ ചൂടുന്നത്? ചൂടുന്ന പറഞ്ഞാൽ അമ്പലത്തിലെ ദൈവം. ഇവിടെ തമിഴന്മാരും ഒന്നുമല്ല. ഓക്കെ, കൂടുതൽ ചൂടുന്ന ആരാണ്? സിമ്പിൾ അല്ലേ? ചോദ്യോ അറിയോ? ഇല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാവോ?
മറ്റേതാ പറ, തെറ്റായാലും കുഴപ്പമില്ല, അങ്ങ് പറ. ഏത് ചെടിയാ? താമരയാണോ? അറിയത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരു ചെറിയ ചലഞ്ച് തരാം. കടൽ തോണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ചെയ്തിട്ടുണ്ടോ? കടൽ തോണി ഫോളോ കേട്ടോ. ഓക്കെ, നമ്മുടെ ഇൻസ്റ്റാ ഫോളോ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചെയ്തിട്ടുണ്ടോ നോക്കിയേ? യൂട്യൂബ് ഇല്ലല്ലേ? ഫേസ്ബുക്കോ? യൂട്യൂബ് സബ്സ്ക്രൈബർ അല്ല, എന്നാലും യൂട്യൂബും ചെയ്ത് വെക്ക്. ഫേസ്ബുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? എന്തായാലും നമ്മളൊരു ചെറിയ ഗിഫ്റ്റ് കൊടുക്കാം. അവിടെ ഇൻസ്റ്റ ഫോളോ സന്തോഷേ. ഓക്കെ, പെണ്ണുങ്ങളെക്കാളും കൂടുതൽ പൂജ കൂടുന്നത് ആരാണ്? പൂമ്പാറ്റയാണോ? പൂമ്പാറ്റ അല്ലല്ലേ? പിന്നെ അല്ലെങ്കിൽ ഒന്നുകൂടെ ആലോചിക്കട്ടെ. പെണ്ണുങ്ങളെക്കാളും കൂടുതൽ പൂ ചൂടുന്നത് കിട്ടുന്നില്ലല്ലോ. ഓക്കെ, ഒരു ചെറിയ ആമ്പിള്ളാരല്ലേ? ആമ്പിള്ളാരാണോ പെണ്ണുങ്ങളെക്കാട്ട് കൂടുതൽ പൂജ കൂടുന്നത്? പെണ്ണുങ്ങളല്ല, പൂജ കൂടുന്നത്. ആ, ആമ്പിള്ളാരാണോ? ഏതാണ് ഓപ്ഷൻസ് ഉണ്ടോ? ഓപ്ഷൻ സിമ്പിൾ ആയിട്ടുള്ള കുസൃതി ചോദ്യമാണ്. തലയിൽ ആരായിരിക്കും? വേനോ? വേന പൂജ കൂടുവോ തലയില്? അറിയോ? ഇല്ലല്ലേ? അവളെ വിളിക്കേ. അറിയോ? ചുമ്മാ ഗസ് ചെയ്ത് പറ, ആരായിരിക്കും? അറിയില്ല? അറിയോ? ഇല്ല. പെണ്ണുങ്ങളെക്കാൾ പൂജ കൂടുന്നത് കൂടുതൽ കൂടുതലുണ്ട് അവർക്ക്, പെണ്ണുങ്ങളെ കാട്ടി കൂടുതലുണ്ട്. പൂ ചൂടുന്നത് ആരായിരിക്കും? സിമ്പിൾ ആയിട്ട് ചിന്തിക്കുക, ആരായിരിക്കും കൂടുതൽ പൂ ചൂടുന്നത് പെണ്ണുങ്ങളെക്കാൾ? യൂസ് യുവർ ബ്രെയിൻ. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ പൂ വിൽക്കാൻ വരുന്നവര് അറിയായിരുന്നോ? അതോ ആൻസർ അതാണോ? എനിക്കതേ ഇപ്പൊ വരുന്നുള്ളൂ. പൂ വിൽക്കുന്നവര് വിൽക്കുന്നവര് ഇവിടെ എനിക്കറിയില്ല, അറിയത്തില്ലല്ലേ? വരുന്നില്ല. ഓക്കെ, തെറ്റാ കേട്ടോ, അതല്ല ആൻസർ. പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ പൂ ചൂടുന്നത് ആരാണ്? അറിയോ? ചുമ്മാ ഗസ് ചെയ്യാം, ആരായിരിക്കും? പുസ്തക ചോദ്യമല്ലേ? അവരാണ് ഏറ്റവും വിവരമുള്ളത്. മരോ? എന്ത് മരം? മുല്ല മരോ? ഏത് പൂമരം? പെണ്ണുങ്ങളുണ്ടോ? ആണും പെണ്ണും ഇല്ലല്ലോ അതിനകത്ത്. അറിയോ? കിട്ടുന്നില്ലല്ലേ? ഓക്കെ, ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യ്. സിമ്പിൾ കുസൃതി ചോദ്യമല്ലേ? അടിച്ചിട്ട് ആരായിരിക്കും കൂടുതലായിട്ട് പെണ്ണുങ്ങളെക്കാട്ട് കൂടുന്നത്? സിമ്പിളായിട്ട് ആരായിരിക്കും? ഓക്കെ, നിങ്ങളുടെ കൂട്ടത്തിലും കാണും. അറിയോ? ഇല്ലല്ലേ? ഓക്കെ, അറിയില്ല. ചുമ്മാ ഗസ് ചെയ്യും. തലയിൽ പൂവുള്ള ആരായിരിക്കും? പൂവൻ ചൂടിക്കൊണ്ട് തലയിൽ നടക്കുന്ന ആരായിരിക്കും കൂടുതലായിട്ട്? പെണ്ണുങ്ങളെക്കാൾ കൂടുതൽ ചൂടുന്ന ആരാണ്? അറിയോ? പെണ്ണുങ്ങൾ തന്നെയാണോ? അല്ല. പൂച്ചെടിയോ? പൂച്ചെടിയല്ല.
അറിയോ? അറിയാവോ? എന്തോന്ന് പോലും എനിക്ക് മനസ്സിലായി കാണത്തില്ല. അറിയോ? ആരാ? തിരുമേനിയോ? തിരുമേനി. അടുത്തത് അറിയത്തില്ല. ഇവിടെ ക്ലൂ കുസൃതി ചോദ്യ ഗസ് ചെയ്ത് ചുമ്മാ. ആരാ? ഷാംപൂ. അടുത്തത് തിരുമേനി ഷാംപൂ. ഇനി അടുത്ത കിട്ടി പറഞ്ഞോ. അറിയോ? ഇല്ലല്ലേ? രണ്ടും അല്ല കേട്ടോ, അതൊന്നുമല്ല. ആരാ? ആണോ? ആണുങ്ങളോ? ഏതാണോ ചൂടുന്നത്? അങ്ങോട്ട് നോക്കിയേ. ആണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതാണോ ചൂടുന്നത്? അറിയോ? ആരാ? അറിയോ? ഇല്ല. ഗസ് ചെയ്യ്. പെണ്ണുങ്ങളെ കാട്ടി കൂടുതൽ ആരായിരിക്കും പൂ ചൂടുന്നത്? ചെടി. അടുത്ത് ചെടി. ചെടി. ഇവിടെ ഇവിടെ ആണല്ലേ? ആണ് തന്നെ. ഏതായിരിക്കും? അറിയത്തില്ല. എന്തായാലും തെറ്റാ കേട്ടോ. അറിയത്തില്ല. ആരായിരിക്കും പെണ്ണുങ്ങളെ കാട്ടി കൂടുതൽ പൂ ചൂടുന്നത്? അറിയത്തില്ല. ചുമ്മാ ഒന്ന് ഗസ് ചെയ്യ്. പൂ ചൂടുന്നത്. തലയിൽ പൂ ചൂടുന്ന ആരാ ഏറ്റവും കൂടുതൽ കൂടുതൽ ആർക്കായിരിക്കും? അറിയത്തില്ല. ഓക്കെ. പെണ്ണുങ്ങളെ കാട്ടി കൂടുതൽ ചൂടുന്ന ആരായിരിക്കും? തലയിൽ കൂടുതലായിട്ടുള്ളത് മുടിയോ? പൂ ചൂടുന്നത് ആരാണ്? കുസൃതി ചോദ്യ. അറിയത്തില്ല. ചുമ്മാ എന്തിനാ ഒന്ന് ഗസ് ചെയ്യ്. ആരായിരിക്കും പൂ ചൂടുന്നതാ? അറിയോ? അറിയോ? അറിയത്തില്ല. ഓക്കെ. പെണ്ണുങ്ങളെക്കാൾ പൂ ചൂടുന്നത് ആരാണ്? അറിയില്ല. പൂ കെട്ടുന്നവരാണ്. പൂ കിട്ടുന്നവര് അല്ല. ഒരു ചാൻസ് കൊടുത്തരാം. അറിയോ? ഇല്ലല്ലേ? ഇല്ലല്ലേ? ഓക്കെ. പെണ്ണുങ്ങളെക്കാട്ടി പൂ ചൂടുന്നത്. കൂടുതൽ പൂ ചൂടുന്നത് ആരാണ്? അറിയോ മോളെ? അറിയോ? അറിയത്തില്ല. ഓക്കെ. ഒരു ചെറിയ ചലഞ്ച് തരാം. കടൽ തോണി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക്, ഇൻസ്റ്റ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ എന്തായാലും ചെയ്ത് വെക്ക്. അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് ഒക്കെ തരുന്നതായിരിക്കും. പോട്ടെ എന്നാ. ആരായിരിക്കും പൂവൊക്കെ കൂടുതൽ ചൂടുന്നത്? ചുമ്മാ ഒരു ക്ലൂ. ആണുങ്ങളാ? ആണുങ്ങള് ആരാ? പറഞ്ഞോ. അറിയത്തില്ല. ചിരിക്കുന്നുണ്ടല്ലേ? പാട്ടൊന്നല്ല. പൂക്കാരി ചേച്ചി. ഓക്കെ. ആണുങ്ങളാ? അറിയോ? ഇല്ലല്ലേ? ഇല്ല. അറിയോ? ഇല്ലല്ലോ. ആണോ? ദൈവങ്ങളല്ല. ഓക്കെ. അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യത്തിന്റെ ആൻസർ പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ജനു കുസൃതി ചോദ്യത്തിന്റെ ആൻസർ? ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളെക്കാട്ടിയും പൂ ചൂടുന്നത് ആര്? ആൻസർ പറഞ്ഞോട്. ആൻസർ പൂവൻകോഴി. അപ്പൊ പൂവൻകോഴിയാണ് ഞാൻ കേട്ടോ ആൻസർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ ഗൈസ്.